ഇന്നാണ് നമ്മുടെ ഉത്സവത്തിലെ മെയിൻ പരിപാടി, അതായത് നമ്മുടെ പൂരം. ഞാൻ രാവിലെ എണ്ണിച്ചപ്പോൾ തന്നെ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് നമ്മുടെ ആന വന്നത് കാണിച്ചു. അത് കണ്ടപ്പോൾ തന്നെ ഒരു ഉന്മേഷമായി. ഞാൻ പല്ലൊക്കെ തേച്ച് നേരെ ഇറങ്ങി നമ്മുടെ ആനേനെ സ്വീകരിക്കാൻ പോകാൻ. കുറേ വണ്ടി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കളി ഹോളിഡേയ്സ് ഒക്കെ വിളിച്ചു. നമ്മൾ കുറേ ഡാൻസും പാട്ടും ഒക്കെ കളിച്ച് നമ്മുടെ ആനേനെ പൂവൊക്കെ ഇട്ട് സ്വീകരിച്ച് സെറ്റായി നമ്മളുടെ പറമ്പിൽ കൊണ്ട് കെട്ടിയിട്ടാണ് നമ്മുടെ പൂരം നടക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മളുടെ ഡ്രസ് കോഡ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആയിരുന്നു. നമ്മളെല്ലാം ഡ്രസ് കോഡൊക്കെ ഇട്ടിട്ട് വന്നിട്ട് പാട്ടും മേളവും ചെണ്ടമേളവും എല്ലാം കൂടെ ആയി അടിച്ച് പൊളിച്ച് നേരെ അങ്ങനെ നമ്മുടെ ആനേനെ കൊണ്ടുവന്നു. നമുക്കായിരുന്നു ഇത്തവണ തിടമ്പ്. അയ്യപ്പൻ്റെ തിടമ്പാട്ടോ. നമ്മുടെ അമ്പലത്തിൽ അയ്യപ്പനാണ് പ്രതിഷ്ഠ. അപ്പോൾ അയ്യപ്പൻ്റെ തിടമ്പാണ്. ആ തിടമ്പ് നമ്മൾ കിട്ടി. നമ്മൾ മനസ്സ് കൊണ്ട് ശരണം വിളിച്ച് അടിപൊളിയായിട്ട് അങ്ങനെ നമ്മുടെ 3 ആനേനെ എഴുന്നള്ളിച്ച് നിർത്തി. കൂട്ടത്തിൽ പഞ്ചാരി മേളത്തിൻ്റെയും കൂടെ അങ്ങോട്ട് കോമ്പിനേഷൻ അങ്ങോട്ട് വരുമ്പോൾ എൻ്റെ പൊന്നോ എന്താ വൈബ്. സത്യം പറയാലോ, ഇതൊക്കെ എൻജോയ് ചെയ്ത് ഇതൊക്കെ അനുഭവിച്ചറിയണം, എന്നാൽ മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. ഞാൻ പിന്നെ ചേട്ടന്മാരോടൊക്കെ പോയി ആ എൻജോയ്മെന്റ് ആയിരുന്നു. 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ പൂരമൊക്കെ അവസാനിച്ചു. നമ്മുടെ 2-3 മാസത്തെ കഷ്ടപ്പാടാട്ടോ ഈ പൂരം എന്നൊക്കെ പറയുന്ന പരിപാടിക്ക് വേണ്ടിയിട്ടുള്ളത്. നമുക്ക് ശരിക്കും 4 ആന പറ്റും. 4 ആനയായിട്ട് നിർത്താൻ പറ്റത്തില്ല, 5 വേണം. അപ്പം നമുക്ക് അത് പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് 3 ആനയിലാട്ടോ ഒതുക്കിയത്. 3 ആനയിലായിട്ട് തന്നെ ഇത്ര വൈബായിരുന്നു ഗൈസ്. അടിപൊളി പരിപാടിയായിരുന്നു.